അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ ഏതായാലും റമദാനൊക്കെ അവസാനിച്ചു, പെരുന്നാളാവാറായി. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുള്ളവരും വയസ്സായിട്ട് ഈ നോമ്പ് നോക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഇഞ്ഞത് വീട്ടാനൊരു കഴിയുന്ന ഒരവസ്ഥയിലും അല്ലല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ റമദാൻ്റെ മുദ്ദ് കൊടുക്കുമല്ലോ, നോമ്പിന് പകരമുള്ള മുദ്ദ്. ആ മുദ്ദ് ഇപ്പം എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊത്തം കണക്കാക്കിയിട്ട് ഇങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കീസയിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതിയോ, അല്ല ഇങ്ങനെ പല ആളുകൾക്കും കൊടുക്കണോ, എല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ല സക്കാത്തിൻ്റെ യുദ്ര സക്കാത്തിൻ്റെ മാതിരി അതിനും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നോക്കണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കും. മുദ്ദ് ഇപ്പം ഇനിയിപ്പോൾ റമദാൻ മാസം നോമ്പ് നോൽക്കാത്തവരൊക്കെ ഉണ്ടാകും. അതിൽ നോറ്റ് വീട്ടാൻ പ്രതീക്ഷയില്ലാത്തവർ ഇനിയിപ്പം കലാ കിട്ടൂലല്ലോ, അപ്പോൾ അവർക്ക് മുദ്ദ് കൊടുക്കേണ്ടി വരും. അന്നു തന്നെ മുദ്ദ് കൊടുത്തു പോകുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. കാരണം ഒരു മുദ്ദ് പൂർത്തീകരിച്ച് അങ്ങനെ തന്നെ കൊടുക്കണം. അല്ലാതെ അങ്ങനെ അരമുദ്ദ് 1.5 മുദ്ദ് അങ്ങനെ പോവരുത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ ഈ മുദ്ദ് കൊടുക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഫാറത്തിൻ്റെ ബാബിലവിടെ പറഞ്ഞിട്ടുണ്ട്, വലഹു സർഫു അംദാദിൻ ഇലാ ഷഖ്സിൻ വാഹിദിൻ. ഒറ്റ ആൾക്ക് തന്നെ ഫക്കീർ മിസ്കിനെ മുദ്ദ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല സക്കാത്തിന് എല്ലാ അവകാശങ്ങൾക്കും പറ്റൂല. അത് ആ നാട്ടിൽ തന്നെ കൊടുക്കണമെന്നില്ല, വേറെ നാട്ടിലോ കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഫക്കീർ മിസ്കിനായിരിക്കണം. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളെല്ലാ മുദ്ദും കൂടി ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റും. 10 മുദ്ദാണ് ഒരാൾക്കുള്ളത്, 10 മുദ്ദ് ഒരൊറ്റ വ്യക്തി കൊടുത്തു, ഒരു മിസ്കിന് പറ്റും. അതാണ് പറഞ്ഞത്. അവിടെ ആ സ്ഥലത്ത് മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖത്തീബ് ഷർബീനി റഹിമഹുല്ലാ അവിടുത്തെ മുഗ്നി മുഹ്താജിൽ അതിൻ്റെ 2-ാം വള്ളിയത്തിൽ 222-ാമത്തെ പേജിൽ ശ്രദ്ധേയമായൊരു മസ്അല പറയുന്നുണ്ട്. തൊഫയിലൊക്കെ ഉണ്ടത്. ഇപ്പോൾ ഒറ്റ വ്യക്തിയിലേക്ക് എന്ന് പറയുമ്പം ലി അന്ന കുല്ല യോമിൻ ഇബാദത്തുൻ മുസ്തഖില്ലത്തുൻ. ഒരു ദിവസത്തെ നോമ്പ് വരുമ്പോൾ ഒരു ആരാധനയാണ്. അപ്പോൾ ആ ഒരു ആരാധന എന്ന് പറയുമ്പോൾ ആ ഒരു ഇബാദത്ത് മുസ്തഖം തരിച്ചൊരു ആരാധനയാണല്ലോ, അല്ലേ? അതുകൊണ്ട് ഫൽ അംദാദു ബി മൻസിലത്തിൽ കഫാറത്തി. നമ്മൾ ഈ മുദ്ദ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കഫാറത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കണമൊക്കെ. അപ്പോൾ ഈ മുദ്ദ് എന്ന് പറയും, ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ ഫ ഇന്നഹു ലാ യജൂസു സർഫുഹു ഇലാ ഷഖ്സൈനി. 2 വ്യക്തികളിലേക്ക് ഒരു മുദ്ദ് കൊടുക്കാൻ പറ്റൂല. 2 വ്യക്തികൾക്ക് ഒരു മുദ്ദ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അരമുദ്ദ് ഒരാൾക്ക്, അരമുദ്ദ് ഒരാൾക്ക്. ഈ മുദ്ദ് തൂക്കം എന്ന് പറയുമ്പോൾ 700 800 എന്നൊക്കെ പറയുമ്പോൾ മുദ്ദിൻ്റെ പാത്രം വാങ്ങാൻ കിട്ടുന്നത് അതിനകത്തുള്ള കാശിലാവ് വാങ്ങിക്കണം, നല്ലതാണ്. എന്നാൽ ഈ ഫിത്ർ സക്കാത്തിന് അരി എടുക്കാനൊക്കെ സുഖ. 4 മുദ്ദാണ് കൂടിയാൽ ഒരു സാഗ്, അതാണ് ഫിത്ർ സക്കാത്ത്. അപ്പം 4 മുദ്ദാണ് വാരിട്ടാൽ ഒരാളെ ഫിത്ർ സക്കാത്തായി, മുദ്ദിൻ്റെ പാത്രം ഉണ്ടായത്. ഈ മുദ്ദ് കൊടുക്കാനൊക്കെ ഏറ്റവും കൂടുതൽ മുദ്ദിൻ്റെ പാത്രം തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും. കാരണം അല്ലെങ്കിൽ ഈ വിഷയം വരുമ്പോഴേ ലി അന്ന കുല്ല മുദ്ദിൻ ഫിദിയത്തുൻ താമത്തുൻ. ഒരു മുദ്ദ് എന്ന് പറയുമ്പം അത് പരിപൂർണമായിട്ടും ഒരു ഫിദിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു നോമ്പ് വെക്കാൻ പറ്റില്ല, ആ നോമ്പിൻ്റെ സ്ഥാനത്താണ് ഒരു മുദ്ദ് കയറി വരിക, ആണല്ലോ. ഈ മുദ്ദാണ് പരിഹരിക്കുന്നത് ഈ നോമ്പിനെ. അതിന് ഈ മുദ്ദേ എന്താകുന്നില്ല, പരിഹാരമാകുന്നില്ല. പൊട്ടിയില്ലേ, അരല്ലേ ഉള്ളൂ. അര എന്ന് പറഞ്ഞത് ഒരു നോമ്പിലേക്ക് പരിഹാരമാകുമോ? ആകൂലല്ലോ എന്നാ പറഞ്ഞത്. ആ മുദ്ദ് പൂർത്തീകരിച്ചു കൊടുക്കുക. അള്ളാഹു തആല പറഞ്ഞു, വഖദ് ഔജബ അല്ലാഹു തആല സർഫൽ ഫിദിയത്തി ഇലൽ വാഹിദി ഫലാ യൻഖുസു അൻഹാ. ചുരുക്കാൻ പറ്റൂല. അപ്പം ആയതുകൊണ്ട് തന്നെ മുദ്ദ് എന്ന് പറയുമ്പോൾ അത് പൊട്ടൽ പറ്റൂല. അപ്പം എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ 1 മുദ്ദ് 2 മുദ്ദ് 3 മുദ്ദ് എത്ര ആക്കും കൊടുക്കുക. അങ്ങോട്ട് വാരി വലിച്ച് കൂട്ടിയിട്ട് ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കുമ്പോൾ വാരി വലിച്ച് കീസാക്കി കൊടുക്കാൻ പറ്റൂല. അത് ശരിയാവില്ല. കാരണം ഇതിൽ അരക്ക് വരുവേ. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പം നമ്മൾ എത്ര അയാൾക്ക് കൊടുക്കേണ്ടത് തീരുമാനിച്ചാൽ നമുക്ക് 10 മുദ്ദ കൊടുക്കാനുള്ളത്, എന്നാൽ 4 മുദ്ദ അയാൾക്ക് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ മുദ്ദ് ഇങ്ങനെ അളന്ന് മുറിച്ചിങ്ങനെ കൊടുക്കേണ്ടി വരും. ഒരു കേസ് എടുത്തിട്ട് 4 മുദ്ദയ്ക്ക് വാരിട്ടാണ് കൊടുത്തു, കറക്റ്റായി. നേരെ മറിച്ച് നമ്മൾ ഈ മുദ്ദിൻ്റെ ഒരു സുമാർ തൂക്കം കണക്കാക്കി 700 ഗ്രാം എന്ന് കണക്കാക്കിയാണ് പീടികയിൽ നിന്ന് എന്ത് ചെയ്തു, 10 മുദ്ദിനൊക്കെ എത്ര വരിക അത് കണക്കാക്കി വാങ്ങിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ നമ്മൾ അതിന് ഇങ്ങനെ ഇഷ്ടത്തിന് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയപ്പം 1.5 മുദ്ദുണ്ട്, മറ്റേ കിട്ടിയപ്പോൾ 2.5 മുദ്ദുണ്ട്. അപ്പോൾ അവിടെ അരയൊക്കെ വന്നു. ഈ അര എന്ന് പറഞ്ഞ സംഗതി ഒന്നിന് പരിഹാരമാകൂല. അതുകൊണ്ട് വിഷയം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുദ്ദിൻ്റെ പാത്രം വാങ്ങാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഒരു കേസിൽ എൻ്റെ 4 മുദ്ദ് കൂടിയിട്ട് അങ്ങനെ അതിന് വരുന്ന കണക്ക് കൂട്ടിയിട്ട് അവൻ പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര ഒരു കേസിലാക്കുക അവിടെ ഇരുന്ന് ആക്കേണ്ടി വരും. ഒക്കെ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, അങ്ങനെ ആക്കണം. മുദ്ദ് എന്തായാലും പൊട്ടാൻ പറ്റൂല, അത് വിഷയ. അത് പറ്റിയാൽ ശരിയാകൂല എന്നാ പറഞ്ഞത്. അത് സ്വീകരിക്കൂല. ഇത് തന്നെയാണ് ഇബ്നു തുഹഫയിലും പറഞ്ഞത്, എല്ലായിടത്തും പറഞ്ഞത് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം. ഭാര്യ വലിച്ചൊന്നും കൊടുക്കാൻ പറ്റൂല, ശ്രദ്ധിക്ക്. ഓക്കെ.
അല്ലാഹു അലം ബിസ്സവാബ്.